എറണാകുളം ഏലൂർ എടയാർ വ്യവസായ മേഖലയിലെ വായു മലിനീകരണത്തിനെതിരെ പ്രതിഷേധവുമായി ഏലൂർ നഗരസഭാ കൌൺസിലർമാർ. ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ ചേർന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എൻവയോൺമെന്റൽ എഞ്ചിനീയറെ ഉപരോധിക്കുന്നു. ഏലൂർ പ്രദേശത്തെ വായു മലിനീകരണം പഠിക്കാൻ നിയോഗിച്ച NIIST പഠന റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏലൂർ എടയാർ വ്യവസായ മേഖലയിലെ വായു മലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിഷേധവുമായി ഏലൂർ എടയാർ വ്യവസായ മേഖലയിലുള്ള ആളുകൾ ഇപ്പോൾ കേരള സർക്കാരിന്റെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസ്, ഏലൂരിലുള്ള ഓഫീസ് ഉപരോധിച്ചിരിക്കുന്നത്. ഏലൂർ നഗരസഭയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഉപരോധമാണ് നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഏലൂർ എടയാർ വ്യവസായ മേഖലയിലെ വായു മലിനീകരണം വളരെ രൂക്ഷമായ തോതിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. NIIST അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പഠന റിപ്പോർട്ടുകൾ, പ്രാഥമികമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ NIISTയുടെ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട്, അതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തിവച്ചിരിക്കുകയാണ് എന്നുള്ള ആക്ഷേപമാണ് ഇവർക്ക് പ്രധാനമായുള്ളത്. ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. ഇപ്പോൾ ഏലൂർ നഗരസഭാ ചെയർമാൻ AD സുജിൽ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് നിങ്ങളുടെ ഈ പ്രതിഷേധത്തിൻ്റെ ഒരു ആവശ്യം? ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുകമണം ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളതിൻ്റെ കാരണക്കാരാണ്, അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളതിനകത്ത് വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടുള്ള തീരുമാനം കൈക്കൊള്ളണമെന്നാണ് നമ്മുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇപ്പം മുനിസിപ്പാലിറ്റിക്ക് ഔദ്യോഗികമായിട്ട് ആ റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ PCB ചെയർമാനുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. PCB ചെയർമാൻ ഇപ്പോൾ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ സംയുക്ത പരിശോധന, അതായത് ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ എഞ്ചിനീയർമാരും ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത പരിശോധന നടത്താം എന്ന് തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ സംയുക്ത പരിശോധന ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് വരുന്ന മലിനീകരണ പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അവയെ പരിശോധിച്ച് മോണിറ്റർ ചെയ്ത് വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് നമ്മുടെ ആവശ്യം. വേറെ ആവശ്യങ്ങളൊന്നും നമുക്കില്ല. നമുക്കിപ്പോൾ എന്തായാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ ഓൾറെഡി അതിന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. തീർച്ചയായും ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ NIISTയുടെ ഒരു റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുന്നു. ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം 20ഓളം കമ്പനികൾ മലിനീകരണത്തിന്റെ എല്ലാ അളവുകളും ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കമ്പനികളോട് അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെങ്കിൽ എയർ ഫിൽറ്ററുകൾ അടക്കം പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നുള്ള നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ വിശദമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഈ റിപ്പോർട്ടിന്റെ പഠനം പൂർത്തിയായിട്ടും ഈ റിപ്പോർട്ട് ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാന പ്രശ്നം. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിന് വേണ്ടി വിവരാവകാശ രേഖകൾ അടക്കം വച്ചിട്ടും PCB ചെയർമാനിൽ നിന്ന് ഈ റിപ്പോർട്ട് പുറത്തു തരുന്നില്ല. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടോ എന്നുള്ള ചോദ്യവും ഇവർക്കുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഈ ഏലൂരിലുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിന് പുറത്ത് ഏലൂർ നഗരസഭയിലെ ഭരണപക്ഷവും ഒപ്പം ഓഫീസിനകത്ത് ഇപ്പോൾ ഇവരുടെ പ്രതിപക്ഷവും ശക്തമായ പ്രതിഷേധമാണ് നടത്തുന്നത്. ഇവിടുത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെ പൂട്ടിയിട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഏലൂരിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. ഒപ്പം തന്നെ ഈ ഏലൂർ നഗരസഭയുടെ ഭരണപക്ഷവും ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം നടത്തുന്നുണ്ട്. NIIST തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഏലൂർ നഗരസഭാ കൌൺസിലർമാർ ആവശ്യപ്പെടുന്നത്. റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.